ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സുവോളജിയിലെ കംപ്ലീറ്റ് റിവിഷനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടും പോയിന്റ്സ് ആയിട്ടും നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാത്തിലൂടെ ഓടിച്ചു പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ: വിച്ച് ക്ലാസ് ഹാസ് ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് ആനിമൽസ്? ഏത് ക്ലാസ്സിലാണ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ആനിമൽസ് അടങ്ങിയിരിക്കുന്നത്? ഏതിലാണ്? ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർത്രോപോഡയിലാണ് പെടുന്നത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ലാർജസ്റ്റ് ഫൈല ഏതാണ്? ആർത്രോപോഡയാണ്. അപ്പോൾ സ്മോളസ്റ്റ് ഏതാണ്? മൊളുസ്കയാണ്. അപ്പം ഫസ്റ്റ്. ഇനി രണ്ടാമത്തേൽ പോവാം. ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് അസീലോമേറ്റ്സ്. അസീലോമേറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സോളിഡ് ബോഡി വിത്തൗട്ട് എ കാവിറ്റി സറൗണ്ടിങ് ഇന്റേണൽ ഓർഗൻസ്. സോളിഡ് ബോഡി വിത്തൗട്ട് എ കാവിറ്റി സറൗണ്ടിങ് ഇന്റേണൽ ഓർഗൻസ്. ഓക്കെ. സലമാൻഡർ ബിലോങ്സ് ടു ദ ക്ലാസ്. സലമാൻഡർ ഏത് ക്ലാസ്സിലാണ് വരുന്നത്? ആംഫീബിയനിൽ വരുന്നതാണ് സലമാൻഡർ. ഓക്കെ. ഫ്ലെയിം സെൽസ് അറിയാലോ. ഫ്ലെയിം സെൽസ് ആർ ദി എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഫോർ പ്ലാറ്റി ഹെൽമിന്തസ്. ഏതാണ്? പ്ലാറ്റി ഹെൽമിന്തസ്. അപ്പൊ എക്സ്ക്രീറ്ററി ഓർഗൻസ് പഠിച്ചു വെക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലെയിം സെൽസ് പറഞ്ഞു, പ്ലാറ്റി ഹെൽമിന്തസിന്റെ ആണ്. വേറെ ഏതിൻ്റെയൊക്കെയാണ് അറിയാവുന്നത്? നെഫ്രീഡിയ ഒരു എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആണ്. ഏതിൻ്റെയാണ്? അനലിഡ്സ് ആണ്. അനലിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്ത് വേം ഒക്കെ അനലിഡ്സിൽ വരുന്നതാണ്. അപ്പൊ നെഫ്രീഡിയ, അനലിഡ്സ്. ഇനി പ്ലാറ്റി ഹെൽമിന്തസ് നമ്മൾ പറഞ്ഞു ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രീഡിയ എന്ന് നമ്മൾ പറയും. ആർത്രോപോഡേൻ്റെത് എന്താണ്? രണ്ടെണ്ണം ഉണ്ട്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഇൻ കേസ് ഓഫ് കോക്രോച്ചസ് ലൈക്ക് ദാറ്റ് ആൻഡ് ഗ്രീൻ ഗ്ലാൻഡ്സ് ഇൻ കേസ് ഓഫ് പ്രോൺ. അപ്പൊ ആർത്രോപോഡയിൽ വരുന്നതാണ് രണ്ട് എക്സ്ക്രീറ്ററി ഓർഗൻസ്. കോക്രോച്ചിലാണെങ്കിൽ ആരാണ്? മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. പ്രോണിലാണെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ് ആണ്. ഓക്കെ. ഇനി അടുത്തത് ദ കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ് develops due to. Canal system in sponges develops due to folding of inner walls. എന്താണ് folding of inner walls? ഇനി ഏതാ പറയാ? പെരിപ്ലാനേറ്റ ബിലോങ്സ് ടു വിച്ച് ഫൈലം? പെരിപ്ലാനേറ്റ അറിയാലോ, അത് ആർത്രോപോഡ ഫൈലത്തിലാണ് വരുന്നത്. പെരിപ്ലാനേറ്റ. ഓക്കെ. അതിന്റെ സർക്കുലേറ്ററി സിസ്റ്റം ഏതാണ്? ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ? രണ്ട് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഇപ്പൊ പെരിപ്ലാനറ്റ് പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ആണ്. കോക്രോച്ച് ആണല്ലോ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം വരുന്നത് ഏത് ഫൈലത്തിലായിരിക്കും? അനലിഡ ആണ്. അതിൽ വരുന്നതാണ് ഹിരുഡിനേറിയ, എന്താണ് ഫെറിറ്റിമ, റാണ. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്നതാണ്. അതായത് നോൺ കോഡേറ്റയിൽ നമുക്ക് 10 ഫൈലുണ്ട്. അതിൽ ക്ലോസ്ഡ് ഉള്ള ഒരേ ഒരു ഫൈലാണ് ഇത്, ഈ അനലിഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് റേഡിയൽ സിമെട്രി ഈസ് ഫൗണ്ട് ഇൻ സീലൻഡ്രേറ്റ ആൻഡ് എക്കിനോഡെർമേറ്റ. റേഡിയൽ സിമെട്രി ഈസ് ഫൗണ്ട് ഇൻ സീലൻഡ്രേറ്റ ആൻഡ് എക്കിനോഡെർമേറ്റ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ എന്തൊക്കെയാണ് ആനിമൽ കിങ്ഡത്തിൽ എന്ന് നമുക്ക് പറയാനുള്ളത്? പോരിഫറ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈലത്തിൽ മാത്രം കാണുന്ന സെൽസ് ഏതാണ്? സെൽസ് ദാറ്റ് ഫൗണ്ട് ഇൻ പോരിഫറ ഓൺലി. കൊയാനോസൈറ്റ്സ്. ഏതാണ്? കൊയാനോസൈറ്റ്സ്. പോരിഫറയിൽ വരുന്ന അല്ലേ സ്പോഞ്ചസ് ഒക്കെ. അപ്പൊ സ്പോഞ്ചസിൽ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച് എന്ന് ചോദിച്ചാൽ ഏത് ആൻസർ? സ്പോഞ്ചില്ലയാണ്. ഏതാണ്? സ്പോഞ്ചില്ല. ഇനി നിഡേറിയയിലുള്ള സെൽസ് ആണ് ഇത് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നിഡേറിയയിലുള്ളതാണ് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താ? എക്സ്ക്രീറ്ററി നമ്മൾ പറഞ്ഞു. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം പറഞ്ഞു. എ ഫ്ലൈറ്റ്ലെസ് ബേർഡ് ഏതാ? എ ഫ്ലൈറ്റ്ലെസ് ബേർഡ്. പക്ഷികൾ ഉൾപ്പെടുന്ന ക്ലാസ് ഏതാണ്? ഏവ്സ് ആണ്. ആൻസർ ശ്രുതിയോ, SRUTHIO. ശ്രുതിയോ ആണ് എ ഫ്ലൈറ്റ്ലെസ് ബേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എ ലിവിങ് ഫോസിൽ ഏതാണ്? എ ലിവിങ് ഫോസിൽ. ലിവിങ് ഫോസിൽ എന്ന് അർത്ഥമാക്കുന്നത് എന്താ? എവല്യൂഷൻസ് ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. അതാണ് ലിവിങ് ഫോസിൽ എന്ന് പറയുന്നത്. ആൻസർ ലിമുലസ് ആണ്. ലിമുലസ്. ഇത്രയൊക്കെയാണ് ആനിമൽ കിങ്ഡത്തിൽ പറയാനുള്ളത്. ഓരോന്നിന്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കട്ടോ. ഓരോ ഫൈലത്തിനും അനലിഡ്സ്, ആർത്രോപോഡ അങ്ങനെ പറയുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുന്ന ആനിമൽസ് ഏതൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി ഏതാണ് നമുക്ക് പഠിക്കേണ്ടത്? ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനിൽ പഠിക്കണം. ഓക്കെ, നോക്കാം. ദ സ്മോൾ ഇൻഡസ്റ്റൈൻ ഹാസ് 3 പാർട്സ്. ഏതൊക്കെയാണ്? സ്മോൾ ഇൻഡസ്റ്റൈന് 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് ഏതാണ്? ഡ്യൂഡനം. പിന്നെ ജെജുനം, ഇലിയം. അത് പഠിച്ചു വെക്കുക. ഡ്യൂഡനം, ജെജുനം, ഇലിയം ആണ് ഇത് സ്മോൾ ഇൻഡസ്റ്റൈന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ജെ ഷേപ്പിൽ കാണപ്പെടുന്ന ഏതാണ്? സ്റ്റൊമക്ക് ആണ് കേട്ടോ ജെ ഷേപ്പിൽ കാണപ്പെടുന്നത്. പിന്നെ സ്മോൾ ഇൻഡസ്റ്റൈൻ പഠിച്ചാൽ നമ്മൾ ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ഭാഗങ്ങളും പഠിക്കണം. ഏതൊക്കെയാണ്? സീക്കം, കോളൻ ആൻഡ് റെക്ടം. ഇതാണ് മേജർ 3 പാർട്സ് ഓഫ് ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത്. ഇൻഡസ്റ്റൈൻ. ഓക്കെ.
അപ്പം അത് കഴിഞ്ഞു. ഇനി എന്താ പറയേണ്ടത്? Dash is a characteristic feature of epithelial cells of the intestine. Dash is a characteristic feature of epithelial cells of intestine. ഇതാണ് മൈക്രോവില്ലി. മൈക്രോവില്ലിയാണ് ശരിയായ ഉത്തരം. അടുത്തത്, an infant feeding entirely on the mother's milk passes stools that are colored yellow. What is the reason for this? ഒന്നും കൂടി വായിക്കാം. An infant feeding entirely on the mother's milk passes stools that are colored yellow. What is the reason for this? Bile pigment ആണ് റീസൺ. എന്താണ്? ബൈൽ പിഗ്മെന്റ്. അടുത്തത് വായിക്കാം. A dental condition that is characterized by hypermineralization of teeth enamel due to excessive intake of dash. The teeth often appear mottled. ഒന്നുകൂടി വായിക്കാം. A dental condition that is characterized by hypermineralization of teeth enamel due to excessive intake of fluoride. Fluoride. The teeth often appear mottled. ഫ്ലൂറൈഡിന്റെ ഇൻടേക്ക് ആണ് കാരണം. ഓക്കെ, അടുത്തത് സിമ്പിൾ ആണ്. വൺ ഓഫ് ദ റീസൺസ് വൈ സം പീപ്പിൾ കഫ് ആഫ്റ്റർ ഈറ്റിംഗ് എ മീൽ മേ ബി ഡ്യൂ ടു ദ ഇംപ്രോപ്പർ മൂവ്മെന്റ് ഓഫ് എന്താണ്? എപ്പിഗ്ലോട്ടിസ്. അറിയാവുന്നല്ലേ. അടുത്തത്, ഡാഷ് ഈസ് എ എന്താണ്? ക്വാഷിയോക്കർ ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ്. അനീമിയ എന്താണ്? ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് അളവ് കുറയുന്നതാണ്. അപ്പൊ സ്കർവി എന്തായിരുന്നു? വിറ്റാമിൻ സിന്റെ ലാക്ക് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഡിസോർഡർ ആണ് സ്കർവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു പോയിന്റ്, കൈമോസിൻ ഈസ് ആൾസോ നോൺ ആസ് വാട്ട്? കൈമോസിൻ ഈസ് ആൾസോ നോൺ ആസ് റെനിൻ. എന്താണ്? റെനിൻ. അടുത്ത പോയിന്റ്, ഗ്യാസ്ട്രിൻ സ്റ്റിമുലേറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഇൻ ദ സ്റ്റൊമക്. എന്താണ്? ഗ്യാസ്ട്രിൻ സ്റ്റിമുലേറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് വാട്ട്? ഗ്യാസ്ട്രിക് ജ്യൂസ് ഇൻ ദ സ്റ്റൊമക്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എന്ററോകൈനേസ്. എന്ററോകൈനേസ് ഹെൽപ്സ് ഇൻ ദ കൺവേർഷൻ ഓഫ് ട്രിപ്സിനോജൻ ഇൻടു ട്രിപ്സിൻ. ട്രിപ്സിനോജനെ ട്രിപ്സിൻ ആക്കി മാറ്റാൻ സഹായിക്കുന്നത് ആരാണ്? എന്ററോകൈനേസ് ആണ്. ഓക്കെ, പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണപ്പെടുന്ന ഒരു എൻസൈം ആണ് ട്രിപ്സിനോജൻ എന്ന് പറയുന്നത്. ഇതിനെ ട്രിപ്സിൻ ആക്കി മാറ്റാൻ സഹായിക്കുന്നതാണ് എന്ററോകൈനേസ്. ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന എൻസൈം ഏതാണ്? ലാക്ടേസ് ആണ്. സിമ്പിൾ ആണ്, ഓർത്ത് വെക്കാൻ. വാട്ട് ഈസ് ദ എൻസൈം ദാറ്റ് ബ്രേക്സ് ഡൗൺ ലാക്ടോസ്? ഈസ് ലാക്ടേസ്. ഓക്കെ, ഇനി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹ്യൂമൻ സ്കിൻ കനോട്ട് ഫങ്ഷൻ ആസ് എ റെസ്പിറേറ്ററി ഓർഗൻ. കാരണം എന്താണ്? It is not permeable to oxygen and carbon dioxide. It is rather thick and it is dry. അപ്പം ഹ്യൂമൻ സ്കിന്ന് ഒരു റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനുള്ള കാരണങ്ങളാണ് ഇതൊക്കെ. തിക്കാണ്, ഡ്രൈ ആണ്, പിന്നെ നോട്ട് പെർമിയബിൾ ടു ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അടുത്തത്, ലാരിംഗിയൽ പ്രൊമിനൻസ് ഈസ് ആൾസോ നോൺ ആസ് വാട്ട്? ആദംസ് ആപ്പിൾ. ലാരിംഗിയൽ പ്രൊമിനൻസ് ഈസ് ആൾസോ നോൺ ആസ് ആദംസ് ആപ്പിൾ. വേറൊരു പോയിന്റ്, കാർട്ടിലേജിനിയസ് റിംഗ്സ്. എന്താണ്? കാർട്ടിലേജിനിയസ് റിംഗ്സ് പ്രിവെന്റ്സ് ദ കൊളാപ്സ് ഓഫ് ദി ട്രക്കിയ. ആരാണ്? കൊളാപ്സ് ഓഫ് ദി ട്രക്കിയ. The number of alveoli in human lungs is estimated to be around 500 million. The number of alveoli in human lungs is estimated to be around 500 million. Earthworms breathe through their ഏതാണ്? സ്കിന്നാണ് അല്ലെ? സ്കിന്നാണ്. അടുത്തത് ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസ് ഓപ്പൺ on the floor of pharyngeal cavity. Glottis opens on the floor of pharyngeal cavity. Okay, ഇനി നമുക്ക് ബ്ലഡ് ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിലേക്ക് പോയാലോ. ഫസ്റ്റ് പോയിന്റ്, the normal diastolic blood pressure in a normal healthy adult human is normal diastolic blood pressure in a normal healthy adult human is 80 mmHg. എത്രയാണ്? 80 mmHg. അടുത്ത പോയിന്റ്, സിക്കിൾ സെൽ അനീമിയ അറിയാലോ. സിക്കിൾ സെൽ അനീമിയ ഈസ് എ ബ്ലഡ് ഡിസോർഡർ വേർ ദ ഹിമോഗ്ലോബിൻ ഈസ് ഡിഫക്റ്റീവ്. അല്ലെ, സിക്കിൾ സെൽ അനീമിയ ഈസ് എ ബ്ലഡ് ഡിസോർഡർ വേർ ദ ഹിമോഗ്ലോബിൻ ഈസ് ഡിഫക്റ്റീവ്. ഈ എസ് ഐനോട് തന്നെയാണ് കേട്ടോ പേസ് മേക്കർ എന്നും അറിയപ്പെടുന്നത്. മാറിപ്പോരുത്, എസ് ഐനോട് തന്നെയാണ് പേസ് മേക്കർ എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റ്, ഇൻ ഹ്യൂമൻസ് 40 mmHg. എത്രയാണ്? 40 mmHg is the difference between systolic and diastolic pressure. നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ? പൾസ് പ്രഷർ പഠിച്ചത് ഓർക്കുന്നില്ലേ? 40 mmHg ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയാസ്റ്റോളിക് പ്രഷർ. അടുത്ത പോയിന്റ്, an individual's blood is classified as RH positive എപ്പോഴാണ്? if an inherited protein is found on the surface of the blood cells. Okay, an individual's blood is classified as RH positive if an inherited protein is found on the surface of the blood cells. The point,
Atherosclerosis. അറിയാലോ, atherosclerosis is a condition where plaque builds upon the inside of arteries. Atherosclerosis is a condition where plaque builds upon the inside of a arteries. അടുത്ത പോയിന്റ് ഇതും പഠിച്ചതാണ്, amniocentesis. Amniocentesis is a prenatal test in which a sample of the fluid that surrounds the fetus is recovered for testing. അപ്പം നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, അതായത് പ്രഗ്നൻസിന്റെ ടൈമിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെടുക്കുന്നു, ഫീറ്റസിന് ചുറ്റുമുള്ള ഫ്ലൂയിഡിന്റെ സാമ്പിൾ കളക്ട് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ amniocentesis എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ആ ഫീറ്റസിന് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അടുത്ത പോയിന്റ്, പൾമണറി ആർട്ടറി. എന്താണ് പൾമണറി ആർട്ടറി? ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ദ ലങ്സ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ. ലങ്സിലേക്ക് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആരാണ്? പൾമണറി ആർട്ടറിയാണ്. അപ്പൊ പൾമണറി ആർട്ടറി ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ദി ലങ്സ്. എവിടെ നിന്നാണ്? ഫ്രം ദി റൈറ്റ് വെൻട്രിക്കിൾ. അടുത്ത പോയിന്റ്, സ്നേക്ക് വെനം യൂഷ്വലി എൻറ്റേഴ്സ് ദ ബോഡി ത്രൂ ആൻ ഓപ്പൺ വൂണ്ട് ആൻഡ് എൻറ്റേഴ്സ് ദ ബ്ലഡ് സ്ട്രീം ത്രൂ ദ ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റം. സ്നേക്ക് വെനം യൂഷ്വലി എൻറ്റേഴ്സ് ദ ബോഡി ത്രൂ ആൻ ഓപ്പൺ വൂണ്ട് ആൻഡ് എൻറ്റേഴ്സ് ദ ബ്ലഡ് സ്ട്രീം ത്രൂ ദി ലിംഫാറ്റിക് സിസ്റ്റം. അടുത്തത് പ്ലേറ്റ്ലെറ്റ്സ്. എന്താണ് പ്ലേറ്റ്ലെറ്റ്സ്? ഫോംസ് ക്ലോട്ട് വെൻ ബ്ലഡ് വെസൽസ് ഗെറ്റ് ഡാമേജ്ഡ്. അത് നമുക്ക് അറിയാവുന്നതാണല്ലോ അല്ലെ, പ്ലേറ്റ്ലെറ്റ്സ് ആണെന്നുള്ളത്. അടുത്തത് നമ്മൾ പഠിച്ചൊരു പോയിന്റ് ആണ്, ആർട്ടീരിയോള ഈസ് എ സ്മോൾ ബ്രാഞ്ച് ഓഫ് ആൻ ആർട്ടറി ദാറ്റ് ലീഡ്സ് ഇൻ ടു കാപ്പിലറി. ആർട്ടീരിയോള ഈസ് എ സ്മോൾ ബ്രാഞ്ച് ഓഫ് ആൻ ആർട്ടറി ദാറ്റ് ലീഡ്സ് ഇൻ ടു എ കാപ്പിലറി. നമ്മൾ പിക്ചറൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് എ കണ്ടീഷൻ വെർ എ ബ്ലഡ് ക്ലോട്ട് ഫോംസ് ഇൻ ദ സർക്കുലേറ്ററി സിസ്റ്റം. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഒരു ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ ത്രോംബസ് എന്ന് പറയുന്നത്. എന്താണ് ത്രോംബസ്? അപ്പം ആ ടോപ്പിക്കിൽ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. ആ ഭാഗത്ത് നമുക്ക് എന്തൊക്കെ പറയാൻ നോക്കാം. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദി ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദി ഹ്യൂമൻ കിഡ്നി. നമ്മുടെ ഹ്യൂമൻ കിഡ്നിന്റെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? നെഫ്രോൺ ആണ്. എന്താണ്? നെഫ്രോൺ ആണ്. ബൊമാൻസ് ക്യാപ്സ്യൂൾ ഈസ് ലൊക്കേറ്റഡ് ഇൻ, എവിടെയാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ എവിടെയാണ് കാണപ്പെടുന്നത്? കോർട്ടക്സിലാണ് കാണപ്പെടുന്നത്. അതായത് ബൊമാൻസ് ക്യാപ്സ്യൂൾ ഈസ് ലൊക്കേറ്റഡ് ഇൻ റീനൽ കോർട്ടക്സ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് കിഡ്നി ആണ് കേട്ടോ. അപ്പൊ റീനൽ കോർട്ടക്സിലാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹ്യൂമണിലെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഏതാണ്? യൂറിയ ആണ്. അറിയാലോ, യൂറിക് ആസിഡ് ഏതിലാണ്? ബേർഡ്സിലൊക്കെ യൂറിക് ആസിഡ് ആണ്. അമോണിയ എന്തിലാണ്? ഫിഷസിലൊക്കെ അമോണിയ ആണ് കേട്ടോ. എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. The loop of Henle. അറിയാലോ, loop of Henle is responsible for the recovery of water and sodium chloride from the urine. Loop of Henle is responsible for the recovery of water and sodium chloride from the urine. അടുത്തത് യൂറിനിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രസൻസ് ഉണ്ടാവുക. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഹെമറ്റൂറിയ എന്ന് പറയുന്നത്. അതും പഠിച്ചാണല്ലോ. ഹെമറ്റൂറിയ ഈസ് എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ ദ യൂറിൻ. ഓക്കെ. അടുത്തത് യൂറിന് യെല്ലോ കളർ കൊടുക്കുന്നത് എന്താണ്? യൂറോക്രോം ആണ്. ലിവർ പ്രൊഡ്യൂസസ് യൂറിയ ആസ് ദി എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. മാറിപ്പോരുത്, കിഡ്നിന്നൊന്നും എഴുതി വെക്കരുത്. അത് തെറ്റിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ലിവർ പ്രൊഡ്യൂസസ് യൂറിയ ആസ് ദി എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. അടുത്തത് ഗ്ലോമറുലസിനെ കുറിച്ച് പറയാം. ഗ്ലോമറുലസ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ടൈനി ബ്ലഡ് വെസൽസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ നെഫ്രോൺ. ഓക്കെ. അപ്പൊ നെഫ്രോണിന്റെ തുടക്കത്തിൽ കാണപ്പെടുന്ന ഈ ബ്ലഡ് വെസൽസിന്റെ ഒരു നെറ്റ്വർക്ക് ആണ് ഒരു ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ അവിടെ നിർത്താം. നമുക്ക് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്സിലേക്ക് പോവാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ പറയാം ആദ്യം. ദ കാർഡിയാക് മസിൽ ഈസ് ഫൗണ്ട് ഇൻ, എവിടെയാണ്? ഹാർട്ടിലാണ്. കാർഡിയാക് മസിൽ ഈസ് ഫൗണ്ട് ഇൻ ഹാർട്ട്. And cardiac muscle is a striated and involuntary muscle. Cardiac muscle is a striated and involuntary muscle. Irisil എന്ത് ടൈപ്പ് മസിൽ ആണ് ഉണ്ടാവുക? The iris consists of involuntary muscle. Iris consists of involuntary muscle. നമുക്ക് വേറൊരു പോയിന്റ് പറയാം, ഇതുമായി ബന്ധപ്പെട്ടല്ല കേട്ടോ. ADH അങ്ങനെ പറഞ്ഞാൽ എന്തായിരുന്നു? ആന്റി ഡയോറിറ്റിക് ഹോർമോൺ. അത് തന്നെയാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. ADH കൺട്രോൾസ് ദി കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ കേട്ടോ. ADH കൺട്രോൾസ് ദി കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ. അടുത്ത പോയിന്റ്, ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ എലമെന്റ്. ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ കോസസ് ദ തൈറോയിഡ് ഗ്ലാൻഡ് ടു സ്വെല്ലപ്പ്. അറിയാലോ, അയഡിൻ ആണ് കേട്ടോ.
അടുത്ത പോയിന്റ്, ഇഫ് ടു മച്ച് ഗ്രോത്ത് ഹോർമോൺ ഈസ് റിലീസ്ഡ് ഡ്യൂറിംഗ് ദ ഗ്രോത്ത് പീരിയഡ് ഇറ്റ് ക്യാൻ കോസ് ജൈജാൻഡിസം. ഇഫ് ടു മച്ച് ഗ്രോത്ത് ഹോർമോൺ ഈസ് റിലീസ്ഡ് ഡ്യൂറിംഗ് ദ ഗ്രോത്ത് പീരിയഡ് ഇറ്റ് ക്യാൻ കോസ് ജൈജാൻഡിസം. ആരാണ് ഗ്ലൂക്കഗോൺ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് സെക്രീറ്റ്സ് ഗ്ലൂക്കഗോൺ ഹോർമോൺ. പാൻക്രിയാസിലെ ആൽഫ സെൽസ് ആണ് കേട്ടോ ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരായിരിക്കും? പാൻക്രിയാസിലെ ബീറ്റ സെൽസ് ആയിരിക്കും. ഇൻസുലിൻ ഈസ് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബീറ്റ സെൽസ് ഓഫ് പാൻക്രിയാസ്. നമുക്ക് മിക്സഡ് ആയിട്ട് കുറെ പോയിന്റ്സ് പറഞ്ഞു പോകാം. ബോത്ത് ബി ആൻഡ് ടി ലിംഫോസൈറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോൺ മാരോ. ഹൗവർ ഓൺലി ടി ലിംഫോസൈറ്റ്സ് ട്രാവൽ ടു ദി, എങ്ങോട്ടാ പോകുന്നത്? തൈമസ് ആൻഡ് മെച്യൂർദർ. ഒന്നും കൂടി വായിക്കാം. ബോത്ത് ബി ആൻഡ് ടി ലിംഫോസൈറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോൺ മാരോ. ഹവർ ഓൺലി ദ ടി ലിംഫോസൈറ്റ്, ആരാണ് ടി ലിംഫോസൈറ്റ്, ട്രാവൽ ടു ദി തൈമസ് ആൻഡ് മെച്യൂർദർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. തൈമസിന്റെ വേറൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, ദ തൈമസ് ഈസ് അറ്റ് ഇറ്റ്സ് ലാർജസ്റ്റ് ഇൻ ചിൽഡ്രൻ. ഓക്കെ, ബട്ട് വിത്ത് ദ ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി ഇറ്റ് ഇവൻച്വലി ഷ്രിങ്ക്സ് ആൻഡ് ഗെറ്റ്സ് റീപ്ലേസ്ഡ് ബൈ ഫാറ്റ്. Okay, thymus is at its largest in children, but with the onset of puberty stage എത്തുന്ന സമയത്ത് it eventually shrinks and gets replaced by fat. Elephantiasis is caused by, ആരാണ്? Elephantiasis is caused by filarial worms. Filarial worms. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ആണുള്ളത്? 206 ബോൺസ് ആണുള്ളത് അല്ലെ. പക്ഷെ ഇൻഫാൻസിൽ അത്ര ആയിരിക്കും ഉണ്ടാവുക, അല്ല അതിലും കൂടുതൽ ബോൺസ് ഉണ്ടാവും. 300 ബോൺസ് ആയിരിക്കും ഇൻഫാൻസിൽ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ സ്കെലിറ്റന് ആക്സിയൽ സ്കെലിറ്റൻ എന്നും അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ എന്നും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇത് 206 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എത്രയായിട്ടാണ് പറയാ? ആക്സിയൽ സ്കെലിറ്റലിൽ 80 ബോണും അപ്പൻഡിക്കുലാർ സ്കെലിറ്റലിൽ 126 ബോണും അങ്ങനെയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്കള്ളിൽ എത്ര ബോൺസ് ഉണ്ടാവും? 22 ബോൺസ് ഉണ്ടാവും. എത്രയാണ്? 22 ബോൺസ്. അതിൽ 8 ബോൺസ് ക്രാനിയലും 14 ബോൺസ് ഫേഷ്യൽ ബോൺസും ആയിരിക്കും. ഓക്കെ, മാൻഡിബിൾ ആണ് ഇവിടെ ലാർജസ്റ്റ് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്സിയൽ സ്കെലിറ്റനിൽ ആരൊക്കെയാണ് ഉൾപ്പെടുക? നമ്മുടെ സ്കള്ള്, അപ്പർ ആൻഡ് ലോവർ ജോ, റിബ്സ്, വെർട്ടിബ്രൽ കോളം, ഇതൊക്കെയാണ് ആക്സിയൽ സ്കെലിറ്റനിൽ വരുന്നത്. അപ്പോൾ അപ്പൻഡിക്കുലാർ സ്കെലിറ്റനിൽ വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയായിരിക്കും? ബാക്കിയുള്ളത് ലെഗ്സ്, ഹാൻഡ്സ്, പെൽവിക് ആൻഡ് പെക്ടോറൽ ഗ്രിഡ്, ഇതൊക്കെയാണ് അപ്പൻഡിക്കുലാറിൽ വരുന്നത്. ഫസ്റ്റ് വെർട്ടിബ്ര ഏതായിരുന്നു? അറ്റ്ലസ് ആയിരുന്നു കേട്ടോ. അറ്റ്ലസ് ആണ് ഫസ്റ്റ് വെർട്ടിബ്ര എന്ന് പറയുന്നത്. ജോയിന്റ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഉണ്ടല്ലോ, അതായത് ഗോളരസന്ധി എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലാണ്? ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗ്രിഡിൽ. ഇത് രക്ഷയില്ല, ഇങ്ങനെ പഠിച്ചു തന്നെ പോകട്ടോ. ബോൾ ആൻഡ് സോക്കറ്റ്, ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗ്രിഡിൽ. ഇനി ഹിഞ്ച് ജോയിന്റ് ആണെങ്കിലോ നീ ജോയിന്റ് ആൻഡ് എൽബോ ജോയിന്റ്, അതാണ് വിജാഗിരി സന്ധി എന്ന് പറയുന്നത്. ഹിഞ്ച് ജോയിന്റ് ഏതൊക്കെ തമ്മിലാണ്? നീ ജോയിന്റിനെ എൽബോ ജോയിന്റിനെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. പൈവോട്ട് ജോയിന്റോ അത് പഠിച്ചു വെക്കണേ, ചോദിക്കാൻ സാധ്യത ഉണ്ടാവേണ്ടതാണ്. പൈവോട്ട് ജോയിന്റ് അറ്റ്ലസിനെ ആക്സിസിനെയും തമ്മിൽ, അതായത് നമ്മുടെ തലയൊക്കെ തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഈ പിവോട്ട് ജോയിന്റ് ആണ്. റാൻഡം പോയിന്റ്സ് പറയുവാണ്. യൂറിൻ ഫോർമേഷനിൽ വരുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് റീ അബ്സോർപ്ഷൻ ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് സെക്രീഷൻ. ഓക്കെ, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ഡയൂറസിസ് എന്നും പറയും കേട്ടോ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു എക്സസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. എക്സസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചു വെക്കുന്നത് ഏതാണ്? ഡയബറ്റിസ് മെലിറ്റസ് ആണ്. എന്താണ് ഡയബറ്റിസ് മെലിറ്റസ്? മെലിറ്റൂറിയ എന്നും പറയും. മെലിറ്റൂറിയ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഷുഗർ ഇൻ യൂറിൻ, യൂറിനിൽ ഷുഗറിന്റെ അംശം ഉണ്ടാവുന്നതാണ് മെലിറ്റൂറിയ എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ടീത്ത് ഇൻ ഹ്യൂമൻ ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ഡിഫിയോഡോണ്ട് ആൻഡ് ഹെട്രോഡോണ്ട്. എന്താണ് ഡിഫിയോഡോണ്ട് ആൻഡ് ഹെട്രോഡോണ്ട്? അടുത്ത പോയിന്റ്, ദ ഡിസ്റ്റൽ പാർട്ട് ഓഫ് സ്റ്റൊമക് ദാറ്റ് ഓപ്പൺസ് ഇൻ ടു ഡ്യൂഡനം. ദ ഡിസ്റ്റൽ പാർട്ട് ഓഫ് സ്റ്റൊമക് ദാറ്റ് ഓപ്പൺസ് ഇൻ ടു ഡ്യൂഡനം. ഡ്യൂഡനം ആരുടെ ഭാഗമാണ്? സ്മോൾ ഇൻഡസ്റ്റൈന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ സ്റ്റൊമക്കിലെയും സ്മോൾ ഇൻഡസ്റ്റൈന്റെ ഇടയിൽ വരുന്ന ഭാഗമാണ് പൈലോറസ് എന്ന് പറയുന്നത്. പൈലോറസ് ജെ ഷേപ്പാണ് കേട്ടോ സ്റ്റൊമക്കിന്. വേറൊരു റാൻഡം പോയിന്റ് പറയാം. ലിവർ ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമുക്ക് അധികം ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് ആയിരിക്കരുത്. ലിവർ ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഡൈജസ്റ്റീവ് എൻസൈംസ്. സലൈവറി അമിലേസിന്റെ മറ്റൊരു പേരാണ് ടൈലിൻ എന്ന് പറയുന്നത്. ടൈലിൻ ഇസ് ദി അനദർ നെയിം ഓഫ് സലൈവറി അമിലേസ്. പിന്നെ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? പെപ്സിൻ, റെനിൻ, ലിപ്പേസ് ആണ്. ഗ്യാസ്ട്രിക് ജ്യൂസ് ഏതൊക്കെയാണ്? പെപ്സിൻ, റെനിൻ, ലിപ്പേസ്.
മോസ്റ്റ് ഡൈജഷൻ ആൻഡ് ഫുഡ് അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എവിടെ വെച്ചാ മോസ്റ്റ് ഡൈജഷൻ ആൻഡ് ഫുഡ് അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സ്മോൾ ഇൻഡസ്റ്റൈൻ. എവിടെയാണ്? സ്മോൾ ഇൻഡസ്റ്റൈൻ. ഓക്സിൻറ്റിക് സെൽസ് ആണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്സിൻറ്റിക് സെൽസ് പ്രൊഡ്യൂസസ് HCl. സ്പിങ്ചർ ഓഫ് ഓഡി കേട്ടിട്ടുണ്ടാവല്ലോ. സ്പിങ്ചർ ഓഫ് ഓഡി ഗ്വാഡ്സ് ദ ഓപ്പണിംഗ് ഓഫ് hepatopancreatic ducting to duodenum. Hepatopancreatic ducting to duodenum are a sphincter of OD. It is an opening of hepatopancreatic ducting to duodenum. പെരിസ്റ്റാൾസിസ് എവിടെയാണ് നടക്കുന്നത്? പെരിസ്റ്റാൾസിസ് ഒക്കേഴ്സ് ഇൻ എലിമെന്ററി കനാൽ. പെരിസ്റ്റാൾസിസ് ഒക്കേഴ്സ് ഇൻ എലിമെന്ററി കനാൽ. എൻഡ്രോകൈനസ് നമ്മൾ പറഞ്ഞതാണ്. ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കി മാറ്റാൻ സഹായിക്കുന്നത് എൻഡ്രോകൈനസ് ആണ്. റൂഗെ കേട്ടിട്ടുണ്ടോ? RUGAE. റൂഗെ എവിടെയാണ് കാണപ്പെടുന്നത്? ഇറ്റ് ഇറഗുലർ ഫോൾസ് ഇൻ സ്റ്റൊമക്ക്. റൂഗെ ആർ ദ ഇറഗുലർ ഫോൾസ് ഇൻ സ്റ്റൊമക്ക്. കോളംസ് ഓഫ് ബെർട്ടിനെ അറിയാവോ? കോളംസ് ഓഫ് ബെർട്ടിനെ ആർ ഫോംഡ് ഇൻ ദ കിഡ്നി ഓഫ് മാമൽസ് ബൈ എക്സ്റ്റെൻഡിങ് കോർട്ടെക്സ് ഇൻ ടു ദി മെഡുല. ഇവിടുന്നാണ് കോർട്ടെക്സ് ഇൻ ടു ദി മെഡുല. അപ്പൊ കോളംസ് ഓഫ് ബെർട്ടിനി ആർ ഫോംഡ് ഇൻ ദ കിഡ്നി ഓഫ് മാമൽസ് ബൈ എക്സ്റ്റെൻഡിങ് കോർട്ടെക്സ് ഇൻ ടു ദി മെഡുല. ഇതിൽ പുറംഭാഗം ഏതാണ്? കോർട്ടെക്സ് ആണ്. മെഡുലയാണ് ഉൾഭാഗം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് ഗ്ലോമറുലസ് എലോങ് വിത്ത് ബൊമാൻസ് ക്യാപ്സ്യൂൾ കോൾഡ്? വാട്ട് ഈസ് ഗ്ലോമറുലസ് എലോങ് വിത്ത് ബൊമാൻസ് ക്യാപ്സ്യൂൾ കോൾഡ്? ഗ്ലോമറുലസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ലൊക്കേഷനൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതിനെ മൊത്തത്തിൽ പറയുന്നതാണ് എന്ത്? റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. റീനൽ ക്യാപ്സ്യൂളിനെ തന്നെയാണ് നമ്മൾ മാൽപീജിയൻ ബോഡി എന്നും പറയുന്നത് കേട്ടോ. റീനൽ ക്യാപ്സ്യൂൾ ആണ്. ഇനി യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ലിവറിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മാറിപ്പോരുതെന്ന് പറഞ്ഞത് പോയിന്റ് ആയിരുന്നു. ഇനി ഡാഷ് ഹാസ് മിനിമം യൂറിയ കണ്ടന്റ്. ഏതിനാണ്? റീനൽ വെയിനാണ്. റീനൽ വെയിൻ ഹാസ് മിനിമം യൂറിയ കണ്ടന്റ്. അതായത് വൃക്കയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് റീനൽ ആർട്ടറിയാണ്. വൃക്കയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് റീനൽ ആർട്ടറിയാണ്. പക്ഷെ വൃക്കയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നത് റീനൽ വെയിൻ ആണ്. അവിടെ ആയിരിക്കുമല്ലോ യൂറിയയുടെ എമൗണ്ട് കുറവ്. അപ്പൊ പഠിച്ചു വെക്കാൻ സുഖമാണ്. റീനൽ വെയിൻ ഹാസ് മിനിമം യൂറിയ കണ്ടന്റ്. ഓക്കെ, കിഡ്നി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണ്? കിഡ്നി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് എറിത്രോപോയറ്റിനും റെനിനും. എറിത്രോപോയറ്റിൻ ആൻഡ് റെനിൻ. മാറിപ്പോയത്. RENNIN. റെനിൻ വേറെയാണ്. ഗ്യാസ്ട്രിക് ജ്യൂസ് നമ്മൾ പഠിച്ചതാണ്. ഈ റെനിൻ ഏതാണ്? ഹോർമോൺ ആണ്. RENIN. റെനിൻ ഹോർമോൺ ആണ് കിഡ്നി സെക്രീറ്റ് ചെയ്യുന്നത്. RBCയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിഡ്നി സെക്രീറ്റ് ചെയ്യുന്നതാണ് എറിത്രോപോയറ്റിൻ എന്ന് പറയുന്നത് കേട്ടോ. മറ്റേത് റെനിൻ. ഇവിടെ ഹോർമോൺ ആണ്. റെനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു എൻസൈം ആണ്. ഇൻഫാന്റുകളുടെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ കാണപ്പെടുന്ന എൻസൈം ആണ് RENNIN. റെനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു? മിൽക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള കേസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് എൻസൈം ആയിട്ടുള്ള റെനിൻ ഹെൽപ്സ് ടു ഡൈജസ്റ്റ് മിൽക്ക് പ്രോട്ടീൻ കേസിൻ. ഓക്കെ, അപ്പൊ മാറിപ്പോരുത്. കിഡ്നി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് എറിത്രോപോയറ്റിൻ ആൻഡ് റെനിൻ. ഇനി അഡ്രീനൽ കോർട്ടെക്സ് ഉണ്ടാക്കുന്നതാണ് അൽഡോസ്റ്റിറോൺ. അഡ്രീനൽ കോർട്ടെക്സ് ഉണ്ടാക്കുന്നത് അൽഡോസ്റ്റിറോൺ. ഹൃദയം ഉണ്ടാക്കുന്നത് ഏതാണ്? ഹൃദയം ഉണ്ടാക്കുന്നതാണ് ANF അഥവാ ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. ഏട്രിയൽ നാട്രി യൂറാറ്റിക് ഫാക്ടർ എന്ന് പറയുന്നത്. MOET കേട്ടിട്ടുണ്ടോ? എന്താ അതിന്റെ ഫുൾ ഫോം? മൾട്ടിപ്പിൾ ഓവുലേഷൻ ആൻഡ് എംബ്രയോ ട്രാൻസ്ഫർ ടെക്നോളജി. മൾട്ടിപ്പിൾ ഓവുലേഷൻ ആൻഡ് എംബ്രയോ ട്രാൻസ്ഫർ ടെക്നോളജി. അടുത്തൊരു പോയിന്റ് പറയാം. ദ സയന്റിഫിക് പ്രോസസ് ബൈ വിച്ച് ക്രോപ്പ് പ്ലാന്റ്സ് ആർ എൻറിച്ച്ഡ് വിത്ത് സർട്ടൻ ഡിസൈറബിൾ ന്യൂട്രിയൻസ് ഈസ് കോൾഡ്. ഒന്നുകൂടി വായിക്കാം. ദ സയന്റിഫിക് പ്രോസസ് ബൈ വിച്ച് ക്രോപ്പ് പ്ലാന്റ്സ് ആർ എൻറിച്ച്ഡ് വിത്ത് സർട്ടൻ ഡിസൈറബിൾ ന്യൂട്രിയൻസ് ഈസ് കോൾഡ് ബയോ ഫോർട്ടിഫിക്കേഷൻ. എന്താണ്? ബയോ ഫോർട്ടിഫിക്കേഷൻ. നമ്മുടെ ബോഡിയിൽ അമീബോയിഡ് മൂവ്മെന്റ് കാണിക്കുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിൽ അമീബോയിഡ് മൂവ്മെന്റ് കാണിക്കുന്നത് മാക്രോഫേജസ് ആണ് കേട്ടോ. മാക്രോഫേജസ് ആൻഡ് ലൂക്കോസൈറ്റ്സും പറയുന്നുണ്ട്. മാക്രോഫേജസ് ആൻഡ് ലൂക്കോസൈറ്റ്സ്. അപ്പൊ ഫ്ലജല്ലേറ്റഡ് മൂവ്മെന്റ് കാണിക്കുന്ന ആരാണ്? സ്പേംസ് ആണ്. ഫ്ലജല്ലേറ്റഡ് മൂവ്മെന്റ് കാണിക്കുന്നത് സ്പേംസ് ആണ്. വേറൊരു പോയിന്റ്, അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ്. എന്തിന്റെയാണ്? യൂറിക് ആസിഡിന്റെ അക്യുമുലേഷൻ ക്രിസ്റ്റൽസ് ഇൻ ജോയിൻസ് ഇസ് നോൺ ആസ് ഗൗട്ട്. അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഇൻ ജോയിൻസ് ഇസ് നോൺ ആസ് ഗൗട്ട്. ടെറ്റനി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ലോ ബ്ലഡ് കാൽഷ്യം ലെവലാണ് ടെറ്റനി എന്ന് പറയുന്നത്. എന്താണ്? ലോ ബ്ലഡ് കാൽഷ്യം ലെവലാണ് ടെറ്റനി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇതിൽ ഒരുപാട്